ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഏഗൺ ലേണിംഗ്. നമ്മൾ +1 കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ഏതാ? ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി അല്ലേ? ഈ ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയിൽ ഏറ്റവും ടഫായിട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ടോപ്പിക് ഏത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒരു ഡൗട്ടും ഇല്ലാതെ ആൻസർ പറയുന്ന ഒരു ടോപ്പിക്കാണെന്ത്? ലിമിറ്റിംഗ് റിയാക്റ്റൻറ്റ് അഥവാ ലിമിറ്റിംഗ് റിയേജൻറ്റ്. പക്ഷേ വളരെ ഈസി ആയിട്ട്, ഒരു പക്ഷേ ഞാൻ പറയുന്നത് ഏറ്റവും ഈസി ആയിട്ട് ആ ചാപ്റ്ററിൽ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരേ ഒരു ടോപ്പിക് ഏതാ? ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് ആണ്. ഏത് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ചോദിച്ചാലും നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ്. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നത് ടഫാണെന്നാണ് വിചാരിക്കുക. പക്ഷേ നമ്മൾ ഈ ചെറിയൊരു വീഡിയോ വെച്ചിട്ട് ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് എന്താണെന്നും അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നും പഠിക്കും. 3 മാർക്കാണേ, ഒന്നും നോക്കേണ്ട, 3 മാർക്കാണ് കിട്ടുക. ഓക്കെ, തുടങ്ങുകയല്ലേ നമ്മൾ. ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് നമ്മളൊന്ന് കോഫി ഉണ്ടാക്കി വെക്കുക. എനിക്കൊരു കോഫി ഉണ്ടാക്കണം. എന്താ കോഫി? 20 കപ്പ് കോഫിയാണ് എനിക്ക് ഉണ്ടാക്കണത്. 20 കപ്പ് കോഫി കണ്ടോ? 20 കപ്പ് കോഫി ഉണ്ടാക്കണം എനിക്ക്. 20 കപ്പ് കോഫി ഉണ്ടാക്കണമെങ്കിൽ എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ പറഞ്ഞുതരാം. എൻ്റെ കയ്യിൽ 1 കിലോഗ്രാം ഷുഗർ ഉണ്ട് മക്കളെ. 1 കിലോഗ്രാം ഷുഗർ ഉണ്ട് മക്കൾ. നോക്കുക, 1 kg ഷുഗർ ഉണ്ട്. അതുപോലെ തന്നെ 1 kg കോഫി പൗഡർ ഉണ്ട്. 1 kg കോഫി പൗഡർ. പക്ഷേ 1 ഗ്ലാസ് മിൽക്ക് മാത്രമേ ഉള്ളൂ. 1 ഗ്ലാസ് മിൽക്ക് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. 1 ഗ്ലാസ് മിൽക്കാണ് എൻ്റെ കയ്യിലുള്ളത്. മക്കൾ ശ്രദ്ധിക്കുക, എനിക്ക് കോഫി ഉണ്ടാക്കണം. കോഫി എത്ര കപ്പ് കോഫിയാണ് ഉണ്ടാക്കേണ്ടത്? 20 കപ്പ് കോഫിയാണ് ഉണ്ടാക്കേണ്ടത്. 20 കപ്പ് കോഫി. 20 കപ്പ് കോഫി ഉണ്ടാക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ 1 കിലോഗ്രാം പഞ്ചസാരയുണ്ട്, 1 കിലോഗ്രാം കോഫി പൗഡർ ഉണ്ട്, 1 ഗ്ലാസ് മിൽക്ക് മാത്രമുണ്ട്. ഈ 1 ഗ്ലാസ് മിൽക്ക് ഉപയോഗിച്ച് 20, നിങ്ങൾ സിമ്പിളായിട്ട് മക്കൾ ചിന്തിച്ചേ, 1 ഗ്ലാസ് മിൽക്ക് ഉപയോഗിച്ച് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? 20 കപ്പ് കോഫി ഉണ്ടാക്കാൻ പറ്റുമോ? പറ, 20 കപ്പ് കോഫി ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. 1 ഗ്ലാസ് മിൽക്ക് ഉപയോഗിച്ച് എനിക്ക് എത്ര? 2 ഗ്ലാസ് കോഫി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? 1 ഗ്ലാസ് മിൽക്ക് ഉപയോഗിച്ച് എനിക്ക് 2 ഗ്ലാസ് കോഫി മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ. എൻ്റെ കയ്യിൽ എക്സസ് ആയിട്ട് ആരുണ്ട്? ഷുഗർ ഉണ്ട്, കോഫി പൗഡർ ഉണ്ട്. പക്ഷെ എന്തില്ല? മിൽക്കില്ല. 20 ഗ്ലാസ് കോഫി ഉണ്ടാക്കാൻ, 20 കപ്പ് കോഫി ഉണ്ടാക്കാൻ നോക്കിയപ്പം എൻ്റെ ആര് തീർന്നു പോയി? എൻ്റെ കയ്യിലുള്ള മിൽക്ക് തീർന്നു. എൻ്റെ കയ്യിലുള്ള മിൽക്ക് എത്രയാ? 1 ഗ്ലാസ് മിൽക്ക് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ, അത് തീർന്നു. അപ്പോൾ ആദ്യം തീർന്നു പോയത് ആരാ? മിൽക്ക് അല്ലേ. സോ മിൽക്ക് ഈസ് ദ ലിമിറ്റിംഗ്. അപ്പം ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ആദ്യം ആരാണോ തീർന്നു പോകുന്നത്, കുറവ് ക്വാണ്ടിറ്റി ആരാണോ ഉള്ളത്, അയാളെ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ്. പേര് തന്നെ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, 20 കപ്പ് കോഫി ഉണ്ടാക്കാൻ 1 ഗ്ലാസ് മിൽക്ക് കൊണ്ട് പറ്റത്തില്ല എന്ന് മനസ്സിലായി. അപ്പൊ ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? റെഡി അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ഇത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ള ഒരു പ്രോബ്ലത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇതാണ് ക്വസ്റ്റ്യൻ. 3 മോൾ നൈട്രജൻ ഉണ്ട്, 6 മോൾ ഹൈഡ്രജൻ ഉണ്ട്. അവർ അമോണിയ ഉണ്ടാക്കുക. 3 മോൾ നൈട്രജനും 6 മോൾ ഹൈഡ്രജനും റിയാക്ട് ചെയ്ത് അമോണിയ ഫോം ചെയ്യാണ്. ഇതിൽ ആരാണ് ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആർക്കാ? 3 മോൾ നൈട്രജനും 3 മോൾ നൈട്രജനും 6 മോൾ ഹൈഡ്രജനും 6 മോൾ ഹൈഡ്രജനും ചേർന്ന് എന്തുണ്ടാക്കുക? അമോണിയ ഫോം ചെയ്യാണ്. ഇതിൽ ആരാണ് ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ നോക്കാം അമോണിയ ഉണ്ടാക്കുന്ന ഇക്വേഷൻ എന്ത് ചെയ്ത് നോക്കാം. അമോണിയ ഉണ്ടാക്കുന്ന ഇക്വേഷൻ നമ്മൾ ഇതാണ്. ഏതാ മക്കൾ നോക്കിക്കോ, ഇതാണ് അമോണിയ ഫോം ചെയ്ത ഇക്വേഷൻ. N2 + 3H2 gives 3H2 gives 2NH3. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ് കേട്ടോ. നോക്കുക, നമ്മളെ കയ്യിൽ നമ്മൾക്ക് എന്താണോ തന്നത് അടുത്ത് എഴുതുക. എത്രയാ? 3 മോൾ നൈട്രജൻ ഉണ്ട്, 6 മോൾ ഹൈഡ്രജൻ ഉണ്ട്. സോ നമ്മൾ നമ്പർ ഓഫ് മോൾസ് ആദ്യം ചെയ്ത ഈ വളർന്നോക്കെ നമ്പർ ഓഫ് മോൾസ് ചെയ്ത 1 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന പ്രോബ്ലമാണ്. 1 മിനിറ്റ് കൊണ്ട് 3 മാർക്ക് നമുക്ക് വാങ്ങിത്തരുന്ന പ്രോബ്ലമാണ്. നമ്മുടെ കയ്യിൽ നമ്പർ ഓഫ് മോൾസ്, എത്ര മോൾ നൈട്രജൻ ഉണ്ട്? 3 മോൾ നൈട്രജൻ ഉണ്ട്. എത്ര മോൾ ഹൈഡ്രജൻ ഉണ്ട്? 6 മോൾ ഹൈഡ്രജൻ തന്നതാണ്, ക്വസ്റ്റ്യനിലുണ്ട്. 3 മോൾ നൈട്രജനും ഉണ്ട്, 6 മോൾ ഹൈഡ്രജനും ഉണ്ട്. ക്ലിയർ ആണല്ലോ? റെഡി അല്ലേ? ഇനി നമുക്ക് എഴുതേണ്ടത് നമ്പർ ഓഫ് മോൾസ് എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് എഴുതേണ്ടത് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് എന്താ നോക്കുക. സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നില്ല. സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് എന്താ നോക്കുക. ഇതിന്റെ മക്കൾ നോക്കുക, ഇതിന്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള നമ്പർ എത്രയാ? 1 ആണ്. ഇവിടെയുള്ള നമ്പർ മക്കൾ നോക്കിയോ, ഇവിടെയുള്ള നമ്പർ 1 ആണ്. സോ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് റൗണ്ട് ചെയ്യാം.
ഇതാണ് ഇതിൻ്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് 1. ഇത് ഇതിൻ്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് 3. ക്ലിയർ അല്ലേ? അപ്പോൾ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് എത്ര എന്ന് വെച്ചാൽ ഇവിടെയുള്ളത് 1 ആണ്, ഇവിടെയുള്ളത് 3 ആണ്. ക്ലിയർ? 3 ആണ്. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ കാണേണ്ടത് നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് ഇതാണ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ 3 നമ്പർ ഓഫ് മോൾസ് 3 ആണ്, സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് 1 ആണ്. 3/1 ഇവിടെ 6/3. ക്ലിയർ അല്ലേ? നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് ഇവിടെ കിട്ടുന്നത് 3 എന്ന് പറഞ്ഞ നമ്പറാണ്, ഇവിടെ കിട്ടുന്നത് 2 എന്ന് പറഞ്ഞ നമ്പറാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്പർ ഓഫ് മോൾസ് കാണുക. നമ്പർ ഓഫ് മോൾസ് നിങ്ങൾ കാണണ്ട, നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 3 മോൾ നൈട്രജനും 6 മോൾ ഹൈഡ്രജനുമാണെന്ന് ഗിവൺ ഡാറ്റയാണ്. സോ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് ഇതിന് മുൻപിലുള്ള നമ്പറാണ്. ഇത് 1 ആണെങ്കിൽ ഇത് 3 ആണ്. സോ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് എത്രയാ? 3/1 = 3, 6/3 = 2. ഏതാണോ ചെറിയ വാല്യൂ മക്കൾ നോക്കുക. ഇത് ചെയ്ത് കഴിഞ്ഞപ്പം നിങ്ങൾക്ക് കിട്ടിയ വാല്യൂ ഏതാണ് ചെറുതെന്ന് നോക്കുക. ഏതാണ് ചെറിയ വാല്യൂ? പറ, ഏതാ ചെറിയ വാല്യൂ? ഇതാണ് ചെറിയ വാല്യൂ അല്ലേ? ഇതാണ് ലോവസ്റ്റ് വാല്യൂ. ഏതാണോ ലോവസ്റ്റ് വാല്യൂ കിട്ടുന്നത് അതായിരിക്കും ലിമിറ്റിംഗ് റിയാക്ടന്റ്. മക്കൾ പറയേ, അതായിരിക്കും ലിമിറ്റിംഗ് റിയാക്ടന്റ്. അപ്പോൾ ഒന്നുമില്ല, ഒരു ഇക്വേഷൻ തരുന്നു, നമ്പർ ഓഫ് മോൾസ് കാണുന്നു, സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് കാണുന്നു, നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് എടുക്കുന്നു. ആ കിട്ടുന്ന വാല്യൂവിൽ ആ റേഷ്യോ കണ്ടു കഴിഞ്ഞാൽ ഏതിനാണോ ചെറിയ വാല്യൂ കിട്ടുന്നത് അതായിരിക്കും ലിമിറ്റിംഗ് റിയാക്ടന്റ്. സോ ഈ അമോണിയയുടെ പ്രിപ്പറേഷനിൽ 3 മോൾ നൈട്രജനും 2 മോൾ ഹൈഡ്രജനും 3 മോൾ നൈട്രജനും 6 മോൾ ഹൈഡ്രജനും ചേർന്ന് അമോണിയ ഉണ്ടാക്കുകയാണെങ്കിൽ ഏതാണ് ലിമിറ്റിംഗ് റിയാക്ടന്റ്? ഹൈഡ്രജൻ ഈസ് ദ ലിമിറ്റിംഗ് റിയാക്ടന്റ്. കിട്ടിയല്ലോ? റെഡി അല്ലേ? അപ്പം മക്കൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി മക്കൾ എന്ത് ചെയ്യണം? നമ്മളെ ചാനൽ EIGN+1 ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ കമൻറ്റ് ചെയ്യുക. വീഡിയോയുടെ താഴെ മക്കൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. എന്താണോ വേണ്ടത് അത് നിങ്ങൾക്ക് EIGN പ്രൊവൈഡ് ചെയ്യും. ഓക്കെ അല്ലേ? എന്നാ ബൈ.